അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഗിവൺ ദ ഫോളോയിങ് മെട്രിസസ് എ ഈക്വൽ ടു 1 - 2 - 3 2 4 - 1 ബി ഈക്വൽ ടു 5 2 - 3 ഇങ്ങനെ രണ്ട് മെട്രിസസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റ് വെദർ ദ പ്രോഡക്റ്റ് എ ബി ഇസ് ഡിഫൈൻഡ് ഓർ നോട്ട്. ഇഫ് ഡിഫൈൻഡ്, വാട്ട് ഇസ് ദ ഓർഡർ ഓഫ് ദ മാട്രിക്സ് പ്രോഡക്റ്റ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രണ്ട് മെട്രിസസ് തന്നിട്ടുണ്ട്, എയും ബിയും. ഇവർ തമ്മിലുള്ള പ്രോഡക്റ്റ്, അതായത് എ ബി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്, എ ഇൻറ്റു ബി എന്ന് പറഞ്ഞ മാട്രിക്സ് പ്രോഡക്റ്റ്, ഇത് ഡിഫൈൻഡ് ആണോ എന്നാണ് ആദ്യത്തെ പാർട്ട് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത് എന്താണ് ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദ മാട്രിക്സ് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം മാട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ്. ഇപ്പം ഇതിൽ 2 റോസ് ഉണ്ട്. ഇപ്പം നമ്പർ ഓഫ് റോസിനെ എം എന്ന് വിളിച്ചാൽ, നമ്പർ ഓഫ് കോളംസിനെ എൻ എന്ന് വിളിച്ചാൽ എം ക്രോസ് എൻ എന്നാണ് നമ്മൾ മാട്രിക്സിൻ്റെ ഓർഡറിനെ ഡിനോട്ട് ചെയ്യുന്നത്, അല്ലേ? സോ ഫസ്റ്റ് മാട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? ഇവിടെ 2 റോ ഉണ്ട്, 3 കോളംസ് ഉണ്ട്. സോ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2/3 ആണ്. ആൻഡ് രണ്ടാമത്തെ മാട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1 2 3 3 റോ ഉണ്ട് ആൻഡ് ഒരൊറ്റ സിംഗിൾ കോളം മാത്രമേ ഉള്ളൂ. സോ 3/1 ആണ് രണ്ടാമത്തെ മാട്രിക്സിൻ്റെ ഓർഡർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ ഇൻറ്റു ബി, എ ബി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് പോസിബിൾ ആണോ എന്നാണ്. പോസിബിൾ ആണെങ്കിൽ ആ മാട്രിക്സിൻ്റെ, അതായത് എ ബി എന്ന് പറഞ്ഞ മാട്രിക്സിൻ്റെ ഓർഡർ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം മാട്രിക്സ് പ്രോഡക്റ്റ് എ ബി ഡിഫൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് ക്രൈറ്റീരിയ? നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് മാട്രിക്സ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മാട്രിക്സ്. അതിവിടെ ട്രൂ ആണല്ലോ. നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് മാട്രിക്സ് 3 ആണ്, നമ്പർ ഓഫ് കോളംസ് ഓഫ് സെക്കൻഡ് മാട്രിക്സും 3 തന്നെയാണ്, റൈറ്റ്? മാട്രിക്സ് പ്രോഡക്റ്റിൻ്റെ ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ എ ബി ഈസ് ഡിഫൈൻഡ് ഓർ നോട്ട്? ഇറ്റ് ഈസ് ഡിഫൈൻഡ്, അല്ലേ? സോ ഫസ്റ്റ് പാർട്ട് ട്രൂ ആണ്, ഡിഫൈൻഡ് ആണ് എ ബി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. നോ സെക്കൻഡ് പാർട്ട് ചോദിക്കുന്നത് ഡിഫൈൻഡ് ആണെങ്കിൽ, ഡിഫൈൻഡ് ആണല്ലോ, അപ്പം നമുക്കതിൻ്റെ ഓർഡർ ഓഫ് മാട്രിക്സ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. നമുക്കറിയാം 2 മാട്രിസസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഓർഡർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. അതായത് എയുടെ ഓർഡർ 2/3 ആണെങ്കിൽ ബിയുടെ ഓർഡർ 3/1 ആണെന്നുണ്ടെങ്കിൽ എ ബിയുടെ ഓർഡർ എന്തായിരിക്കും? ടേക്ക് ദ നമ്പർ ഓഫ് റോസ് ഓഫ് ദ ഫസ്റ്റ് മാട്രിക്സ് ആൻഡ് ദ നമ്പർ ഓഫ് കോളംസ് ഓഫ് ദ സെക്കൻഡ് മാട്രിക്സ്. ഇതായിരിക്കും നമ്മുടെ എ ബിയുടെ ഓർഡർ. അതായത് എ ബിയുടെ ഓർഡർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് ഓഫ് ഫസ്റ്റ് മാട്രിക്സ് ക്രോസ് നമ്പർ ഓഫ് കോളംസ് ഓഫ് സെക്കൻഡ് മാട്രിക്സ്. അതായത് ഈ കേസിൽ 2/1 എന്നാണ് വരുന്നത്. സോ നമ്മുടെ ആൻസർ എന്താണ്? എ ബി ഇസ് ഡിഫൈൻഡ് ആൻഡ് ഓർഡർ ഓഫ് ദ മാട്രിക്സ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2/1 ആണ്, റൈറ്റ്? നമുക്കപ്പോൾ നമ്മുടെ ആൻസർ ചെക്ക് ചെയ്യാം. അവർ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ദാറ്റ് ഇസ് ദ മാട്രിക്സ് പ്രോഡക്റ്റ് ഇസ് ഡിഫൈൻഡ് ആൻഡ് ദി ഓർഡർ ഇസ് 2/1. If the matrix A equal to alpha 1 2 alpha and determinant of A square എന്ന് പറയുന്നത് എത്രയാണ്? 49 ആണ്. Then the value of alpha is. ഇതും കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് 2019 ചോദിച്ചൊരു ചോദ്യമാണ്. സോ ഇഫ് ദ മാട്രിക്സ് എ ഇസ് ഗിവൺ ആൻഡ് ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ ഇസ് ഗിവൺ, ദെൻ യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആൽഫ. സോ ഇത് നിങ്ങൾക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റും. സോ യു ക്യാൻ ഫസ്റ്റ് ഫൈൻഡ് എ സ്ക്വയർ, അതായത് മാട്രിക്സ് എ സ്ക്വയർ നിങ്ങൾക്ക് ആദ്യം കണ്ടുപിടിക്കാൻ പറ്റും ഫ്രം എ, റൈറ്റ്? ആൻഡ് ദെൻ ഫൈൻഡ് ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ. അതായത് ഇതൊരു മാട്രിക്സ് ആയിരിക്കും, അതിൻ്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. അത് ഡയറക്റ്റ് മെത്തേഡാണ്, പക്ഷേ അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. ഇതിലും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ദിസ് റിസൾട്ട് സേസ് ദാറ്റ് ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു എൻ ഇസ് ഗിവൺ ബൈ ഡിറ്റർമിനന്റ് എ ഹോൾ പവർ എൻ, റൈറ്റ്? ഇതൊരു വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ്. അതായത് ഒരു മാട്രിക്സിൻ്റെ nth പവറിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ആ മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ nth പവറാണ്. സോ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എവിടെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ അവിടെയൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നമ്മുടെ ടൈം സേവ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യം, റൈറ്റ്? സോ ഇവിടെ നമ്മൾ മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്തിട്ട് അതിൻ്റെ പവർ എടുത്താൽ മതി. നമുക്കറിയാം ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ നമ്പറാണ്. സോ അതിൻ്റെ റേസ് ടു n എടുക്കുന്നത് പിന്നെ ഈസിയാണ്, അല്ലേ? സോ ഈ കേസിൽ ഈ റിസൾട്ട് എന്തായി മാറും? ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് എ ഹോൾ സ്ക്വയർ എന്നാണ് വരുന്നത്, റൈറ്റ്?
സോ ലെറ്റ്സ് ഫസ്റ്റ് ഫൈൻഡ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ. എ തന്നിട്ടുണ്ട്. സോ ഡിറ്റർമിനൻറ്റ് എ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് ആൽഫ 1 2 ആൽഫ. സോ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നത് നമ്മൾ +2 മുതൽ ചെയ്യുന്ന കാര്യമാണ്. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ക്വിക്ക്ലി ഡു ദിസ്. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇസ് ആൽഫ ഇൻറ്റു ആൽഫ, that is alpha square minus 1 into 2, that is 2. So alpha square minus 2 ആണ് ഡിറ്റർമിനൻറ്റ് എ. സോ നമ്മൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ കണ്ടുപിടിച്ചു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാല്യൂ ഓഫ് ആൽഫയാണ്. അതിനുവേണ്ടി നമുക്ക് ഈ റിസൾട്ട് യൂസ് ചെയ്യാം. നമുക്ക് തന്നിട്ടുണ്ട് ഡിറ്റർമിനൻറ്റ് ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണെന്ന്. നമ്മളിപ്പോഴത്തെ റിസൾട്ട് കണ്ടു ദാറ്റ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ സ്ക്വയർ ഇസ് ജസ്റ്റ് ഡിറ്റർമിനൻറ്റ് എ ഹോൾ സ്ക്വയർ. ദിസ് ഇസ് ഗിവൺ ടു ബി 49. Now determinant of a നമ്മൾ കണ്ടുപിടിച്ചു alpha square minus 2. So let's substitute it here. So determinant of a whole square എന്ന് എടുക്കുമ്പോൾ alpha square minus 2 whole square, this is equal to 49. So alpha square minus 2 എന്ന് പറയുന്നത് 7i, alpha square എന്ന് പറയുന്നത് 7 plus 2, that is 9. So alpha will be plus or minus 3. This is our answer. So let's check the options. Right, so our answer is option D, plus or minus 3. For a singular matrix A, which of the following statements is true? Determinant of A equal to 0, determinant of A less than 0, determinant of A greater than 0, determinant of A not equal to 0. So singular matrix in a definition എന്ന് പറയുന്നത് a matrix where determinant of A becomes 0. And the definition then adana, right? So a singular matrix has determinant 0, and an important result which follows is that for a singular matrix A inverse does not exist. So ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. സോ അവർ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0. The eigenvalues of the matrix 5 4 1 2 are. സോ ഇതൊരു വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കണം. സോ വി ക്യാൻ ക്വിക്ക്ലി റിവൈസ് ഹൗ ടു ഫൈൻഡ് ദി ഐഗൻ വാല്യൂസ് ഓഫ് എ മാട്രിക്സ്. സോ സപ്പോസ് ദിസ് മാട്രിക്സ് ഇസ് M 5 4 1 2. നമുക്കിതിൻ്റെ ഐഗൻ വാല്യൂസ് വേണം. സോ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വി ടേക്ക് ദ ഡിറ്റർമിനൻറ്റ് ഓഫ് ദ മാട്രിക്സ് M minus lambda times I, where lambda is a constant which നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഈ ലാംഡ എന്ന് പറയുന്നത് ഐഗൻ വാല്യൂസ് ആണ്. ഐ എന്ന് പറയുന്നത് എന്താണോ എമ്മിൻ്റെ ഓർഡർ അതേ ഓർഡറിലുള്ള ഒരു സ്ക്വയർ യൂണിറ്റ് മാട്രിക്സ് ആണ്, റൈറ്റ്? സോ നമുക്കിത് സോൾവ് ചെയ്യാം. സോ ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഭാഗങ്ങളാണ് മാട്രിസസിൽ. സോ ലെറ്റ്സ് ക്വിക്ക്ലി ഡു ഇറ്റ്. സോ ഡിറ്റർമിനൻറ്റ് ഓഫ്, ലെറ്റ് മീ യൂസ് ദിസ് നൊട്ടേഷൻ. എം എന്ന് പറയുന്നത് എന്താണ്? 5 4 1 2 മൈനസ് ലാംഡ ടൈംസ് 1001. ഐ എന്ന് പറയുന്നത് 1001 ആണ്. 2/2 യൂണിറ്റ് മാട്രിക്സ് ആണ് ഐ, റൈറ്റ്? സോ ലാംഡ നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലാംഡ 0 0 ലാംഡ, റൈറ്റ്? ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് 5 മൈനസ് ലാംഡ 4 1 2 മൈനസ് ലാംഡ. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എടുക്കണം, right? So you can find the determinant. From this we will get the equation as lambda square minus 7 lambda plus 6 is equal to 0. So ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്താണ്? ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 6 is equal to 0 എന്ന് കിട്ടും. സോ ലാംഡ എന്ന് പറയുന്നത് 1 and 6. These are the values that we get. So let's check the options. യെസ്, നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, അതായത് 1, 6. സോ ദീസ് ആർ ദി ഐഗൻ വാല്യൂസ് ഓഫ് ദിസ് മാട്രിക്സ്. റൈറ്റ്, ഇത് 2017 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐഗൻ വാല്യൂസ് ഓഫ് ദ മാട്രിക്സ് 3 1 2 2 ആർ. സോ ഇതും ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. So I leave this as an exercise for you. So you can try this question and comment your answer below. Options കൂടെ കാണിക്കാം. 3 and 2, 1 and 2, 1 and 4, 3 and 1. So ഇതിലേതാണ് ഈ മാട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് എന്നാണ് ചോദിക്കുന്നത്.
Okay, so you can comment your answer below. Right, let's go to the next question. Which among the following is not an eigenvalue of the matrix A, which is 0 1 0 1 0 0 0 0 0? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് എയുടെ ഐഗൻ വാല്യൂ അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. സോ എ എന്ന് പറയുന്ന ഒരു 3x3 മാട്രിക്സ് ആണ്. സോ അതിന് ഡെഫിനറ്റ്ലി അതുകൊണ്ട് 3 ഐഗൻ വാല്യൂസ് കിട്ടും. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഐഗൻ വാല്യൂസ് കണ്ടുപിടിച്ച്, അതായത് എ മൈനസ് ലാംഡ ഐ, ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 കണ്ടുപിടിച്ചിട്ട് ലാംഡ വാല്യൂസ് എന്തൊക്കെയാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്യാം. ബട്ട് ഇവിടെ നമുക്ക് വേറൊരു എളുപ്പ വഴി ചെയ്യാൻ പറ്റും. സോ ദ ട്രിക്ക് ഇസ് ലുക്ക് അറ്റ് ദിസ് മാട്രിക്സ്. നിങ്ങൾക്ക് ഒരു മിനിറ്റ് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് എന്ത് ടൈപ്പ് ഓഫ് മാട്രിക്സ് ആണ് എന്നൊന്ന് ഗെസ് ചെയ്യാം. വാട്ട് കൈൻഡ് ഓഫ് മാട്രിക്സ് ഇസ് ദിസ്? ഐ തിങ്ക് നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് എ സിമെട്രിക് മാട്രിക്സ്. സിമെട്രിക് മാട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മാട്രിക്സ് വെയർ എ ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ്. അതായത് ഒരു മാട്രിക്സ് അതിൻ്റെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ സെയിം ആയിട്ട് തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സിമെട്രിക് മാട്രിക്സ് ആണ്. ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് റിയൽ ഐഗൻ വാല്യൂസ്. അതായത് ഒരു സിമെട്രിക് മാട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് എപ്പോഴും റിയൽ ആയിരിക്കും. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ക്യാനോട്ട് ബി കോംപ്ലെക്സ്. സോ നിങ്ങൾക്ക് ഓപ്ഷൻസ് നോക്കിയാൽ അറിയാം, ഈ തന്നിരിക്കുന്നതിൽ 3 ഓപ്ഷൻസ് റിയലാണ്, ഒരെണ്ണം മാത്രമാണ് കോംപ്ലെക്സ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏതാണ് ഐഗൻ വാല്യൂ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഇസ് വെരി സിമ്പിൾ. യു ഡോണ്ട് ഈവൻ നീഡ് ടു ടേക്ക് യുവർ പെൻ. ഇത് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. സോ ദ കറക്റ്റ് ആൻസർ ഇസ് സി, ദാറ്റ് ഇസ് -i, because this is a symmetric matrix and symmetric matrix cannot have complex eigenvalues. ഇത് കുറച്ചുകൂടെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വൺ ഓഫ് ദി ഐഗൻ വാല്യൂസ് ഓഫ് ദ മാട്രിക്സ് 0 1 1 0 is +1. ദ കറസ്പോണ്ടിങ് നോർമലൈസ്ഡ് ഐഗൻ വെക്റ്റർ ഇസ്. സോ നമുക്ക് ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു ഐഗൻ വാല്യൂവും തന്നിട്ടുണ്ട്. ആ ഐഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്റ്റർ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. സോ നമുക്കറിയാം ഒരു ഐഗൻ വാല്യൂ ഇക്വേഷൻ എന്ന് പറയുന്നത് എ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ ടൈംസ് എക്സ്. ഇതാണ് നമ്മുടെ ഐഗൻ വാല്യൂ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഹിയർ എ ഇസ് ദ മാട്രിക്സ് ദാറ്റ് വി ആർ കൺസിഡറിങ്, എക്സ് is the eigenvector and lambda is the corresponding eigenvalue, or in other words lambda is the eigenvalue and x is the corresponding eigenvector which corresponds to the eigenvalue lambda. So ഇത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യമാണ്. where in quantum mechanics a becomes an operator. A is a 2x2 matrix and അതിൻ്റെ eigenvalue തന്നിട്ടുണ്ട്. let the eigenvector corresponding to the eigenvalue +1 x1 എന്ന് നമുക്ക് വിളിക്കാം eigenvectorനെ. that is x1 x2. ഇതാണ് നമ്മുടെ unknown eigenvector എന്ന് വിചാരിക്കുക. and we know that ax1 is equal to lambda times x1, but here lambda is also given, right? lambda is equal to +1. so അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വാല്യൂ ഇക്വേഷൻ നമുക്ക് എഴുതാം. 0 1 1 0. a എന്ന് പറയുന്നത് നമ്മുടെ മാട്രിക്സ് ആണ്. സോ ആൻഡ് x1 എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ x1 സ്മോൾ x2. ദിസ് ഇസ് ഗിവൺ ബൈ ലാംഡ എന്ന് പറയുന്നത് +1 ആണ്. and x1 is again x1 x2, right? so ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഈ പ്രോഡക്റ്റ് റെഡ്യൂസസ് ടു x2 x1. ദിസ് ഇസ് ഈക്വൽ ടു x1 x. so ഇതിൽ നിന്ന് നമുക്ക് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് കമ്പയർ ചെയ്താൽ നമുക്ക് കിട്ടും x2 is equal to x1. തിരിച്ച് അടുത്ത ഇക്വേഷനും സെയിം ആണ് കിട്ടുന്നത്, x1 equal to x2. so this is one and the same. so the equation that we get is x2 is equal to x1. so നമുക്ക് x1 ഉം x2 ഉം തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് ഇതിൽ നിന്നും കിട്ടിയത്. so in other words I can just write, suppose ഇതിനെ x2 is equal to x1, ഇതിനെ ഞാനൊരു ആൽഫ എന്ന് വിളിക്കുന്നു. so our eigenvector becomes alpha alpha. okay, ഇനി നമുക്ക് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ we can use the normalization condition. so നോർമലൈസേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x1 ട്രാൻസ്പോസ് ഇൻറ്റു x1, ദിസ് ഇസ് ഈക്വൽ ടു 1. സോ x1 ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഈ ഒരു കോളം വെക്റ്റർ ഇറ്റ് ചേഞ്ചസ് ഇൻറ്റു എ റോ വെക്റ്റർ ആൽഫ ആൽഫ, ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് ആൽഫ ആൽഫ കോളം വെക്റ്റർ.
this is equal to 1. And finally multiply ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 alpha square is equal to 1 എന്ന് കിട്ടും. I hope you can do the multiplication by yourself. And alpha square equal to half, or alpha equal to 1 by root 2. Plus or minus എടുക്കാം. So let me consider the positive root for now. Alpha equal to 1 by root 2. Therefore, my eigenvector x1 becomes 1 by root 2, 1 by root 2, or 1 by root 2 times 1, 1. So this is the required eigenvector. Let's check the options. Right. So we can see that option B is the correct answer. 1 by root 2, 1, 1. The eigenvalues of a skew Hermitian matrix are. Let's look at what a skew Hermitian matrix is. So first, let me define a Hermitian matrix. A Hermitian matrix is a matrix which satisfies A dagger is equal to A. A dagger, ഈ സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? A dagger means A star the whole transpose. അതായത് നമുക്കൊരു മാട്രിക്സിൻ്റെ എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഓരോ എലമെൻറ്റ്സിൻ്റെയും കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുത്തിട്ട് ആ മാട്രിക്സിനെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ കിട്ടുന്ന മാട്രിക്സിനെയാണ് എ ഡാഗർ എന്ന് വിളിക്കുന്നത്. ഇതിനെ ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് എന്നും പറയും. സോ ഒരു മാട്രിക്സിൽ ഈ ഒരു ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ സെയിം മാട്രിക്സ് തിരിച്ച് കിട്ടുന്നതിനെയാണ് ഹെർമീഷ്യൻ മാട്രിക്സ് എന്ന് പറയുന്നത്. Now, a skew Hermitian matrix satisfies the relation A dagger is equal to minus A. Okay? So, ഇതാണ് ഒരു സ്ക്യൂ ഹെർമീഷ്യൻ മാട്രിക്സ് എന്ന് പറയുന്നത്. ഹെർമീഷ്യൻ മാട്രിക്സിൽ എ ഡാഗർ ഇസ് ഈക്വൽ ടു എ ആൻഡ് സ്ക്യൂ ഹെർമീഷ്യൻ മാട്രിക്സിൽ എ ഡാഗർ ഈക്വൽ ടു മൈനസ് എ. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ദി ഐഗൻ വാല്യൂസ് ഓഫ് എ സ്ക്യൂ ഹെർമീഷ്യൻ മാട്രിക്സ് ആർ. ഒരു സ്ക്യൂ ഹെർമീഷ്യൻ മാട്രിക്സിന്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഐഗൻ വാല്യൂസ് ആർ എയ്തർ 0 ഓർ പ്യുവർലി ഇമാജിനറി. ഒരു സ്ക്യൂ ഹെർമീഷ്യൻ മാട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് എപ്പോഴും ഒന്നെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ പ്യുവർലി ഇമാജിനറി ആയിരിക്കും. പ്യുവർലി ഇമാജിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കോംപ്ലക്സ് നമ്പേഴ്സിനെ എഴുതുന്നത് എ പ്ലസ് ഐ ബി എന്നുള്ള ഫോമിലാണ്. പ്യുവർലി ഇമാജിനറി നമ്പേഴ്സിന് ഈ എ എന്നുള്ള, അതായത് ഈ റിയൽ പാർട്ട് കാണില്ല. എ എന്ന് പറയുന്നത് റിയൽ പാർട്ടാണ്, ബി എന്ന് പറയുന്നത് അതിൻ്റെ കോംപ്ലക്സ് പാർട്ടാണ്. പ്യുവർലി ഇമാജിനറി നമ്പേഴ്സിന് ഈ റിയൽ പാർട്ട് ഉണ്ടാവില്ല. സോ ഇറ്റ് വിൽ ബി ഓഫ് ദ ഫോം സം ബി ടൈംസ് ഐ, 2i, 3i, -i, i/2 ഇങ്ങനത്തെയൊക്കെ ഫോമിലുള്ളതിനാണ് പ്യുവർലി ഇമാജിനറി എന്ന് പറയുന്നത്. സോ ഐഗൻ വാല്യൂസ് ആർ പ്യുവർലി ഇമാജിനറി ഓർ ദേ ആർ 0. ഇതാണ് സ്ക്യൂ ഹെർമീഷ്യൻ മാട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസിൻ്റെ പ്രത്യേകത. ഹെർമീഷ്യൻ മാട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് ആർ ഓൾവേസ് റിയൽ. ഓക്കെ, സോ ഹെർമീഷ്യൻ മാട്രിക്സ് ഹാസ് റിയൽ ഐഗൻ വാല്യൂസ്. സ്ക്യൂ ഹെർമീഷ്യൻ മാട്രിക്സ് ഹാസ് എയ്തർ 0 ഓർ purely imaginary eigenvalues. Now let's look at the options and try to answer this question. The eigenvalues of a skew Hermitian matrix are 0, imaginary, real, both A and B. So ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് ബോത്ത് എ ആൻഡ് ബി. ഇറ്റ് ക്യാൻ ബി എയ്തർ 0 ഓർ ഇമാജിനറി. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. Now, the different types of matrices which I have mentioned in this video, അത് നമ്മളൊരു ഷോർട്സിൻ്റെ രൂപത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ. ഇഫ് യു ഹാവൻ വാച്ച്ഡ് ഇറ്റ്, യു ക്യാൻ ചെക്ക് ദ ഡിസ്ക്രിപ്ഷൻ. ഐ വിൽ ഗിവ് ദ ലിങ്ക് ടു ദാറ്റ്. ആൻഡ് ഇതിൽ ഇടയ്ക്ക് നമ്മൾ മെൻഷൻ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ, യു ക്യാൻ ട്രൈ ദാറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് കമൻറ്റ് യുവർ ആൻസർ ബിലോ.